ഖുർആനിൻ മാസം മിഴി തുറന്നു, റഹ്മാനിൽ ലോകം വണങ്ങുന്നു. കാരുണ്യം ഉലകിൽ തെളിയുന്നു, തൗബാന്റെ കവാടം തുറക്കുന്നു. കണ്ണീർ പുഴ നാഥനിലേകുന്നു, ഇത്കേകും റമളാനണയുന്നു. റമളാൻ 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 റമളാൻ. കാത്തിരുന്ന റമളാൻ ഞങ്ങളുടെ പടിവാതിൽ വന്നു നിൽക്കുന്നു. പടച്ചവനെ, റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ നീ ഞങ്ങളെ രോഗികളാക്കി കിടത്തല്ലേ അല്ലാ. പടച്ചവനെ, നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും പറ്റാത്ത അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, 30 നോമ്പ് പിടിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ, ഈ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. മരണം വരെ ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യമാണ് ആരെ വിശ്വസിക്കണം എന്നത്. ചതിക്കുമെടോ, മനുഷ്യര് ചതിക്കും. എല്ലാവരും അല്ലാട്ടോ, ചില മനുഷ്യര് ചതിക്കും. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ സൂക്ഷിക്കുക. കാരണം ഏറ്റവും വിശ്വസിക്കുന്നവർ ചതിക്കുമ്പോഴാണോ കൂടുതൽ വേദനിക്കുക. ಡೌನ್ಲೋಡ್ ಶೇರ್ ಚಾಟ್. ಚಿಕ್ಕವರಿದ್ದಾಗ್ಲಿಂದು ತಾಯಿ ಮಗನಿಗೆ ಹೇಳ್ತಾ ಇರ್ತಾಳೆ, ಅಲ್ಲಿ ಹೋಗ್ಬೇಡ ಅಪ್ಪ ಹೊಡಿತಾನೆ, ಇಲ್ಲಿ ಹೋಗ್ಬೇಡ ಅಪ್ಪ ಹೊಡಿತಾನೆ, ನದಿ ಹತ್ರ ಹೋಗ್ಬೇಡ ಅಪ್ಪ ಹೊಡಿತಾನೆ, ಮರದ ಮೇಲೆ ಹತ್ಬೇಡ ಅಪ್ಪ ಹೊಡಿತಾನೆ, ಶಾಲೆಗೆ ಹೋಗು ಇಲ್ಲಾದ್ರೆ ಅಪ್ಪ ಹೊಡಿತಾನೆ, ಇದನ್ ಮಾಡ್ಬೇಡ ಅಪ್ಪ ಹೊಡಿತಾನೆ, ಅದನ್ ಮಾಡ್ಬೇಡ ಅಪ್ಪ ಹೊಡಿತಾನೆ. ಅವಾಗ ಮಕ್ಕಳು ಕೂಡ ಅಪ್ಪನಿಗೆ ಹೆದರುತ್ತೆ. ಅಪ್ಪನ ಹೆದರಿಕೆಗೆ ಶಾಲೆಗೆ ಹೋಗ್ತೀವಿ, ಅಪ್ಪ ಹೊಡಿಬಾರ್ದು ಅಂತ ಅಭ್ಯಾಸ ಮಾಡ್ತೀವಿ. ಬರ್ತಾ ಬರ್ತಾ ಅಪ್ಪನ್ನ ನಿರ್ಲಕ್ಷಿಸಿ ತಾಯಿಗೆ ಪ್ರೀತಿ ಮಾಡ್ತಾ ಹೋಗ್ತೀವಿ. ಮನಸ್ಸಿನಿಂದ ಅಪ್ಪನ್ನ ತೆಗೆದು ಹಾಕಿ ತಾಯಿಯ ಚರಣಗಳಿಗೆ ಸರ್ವಸ್ವವನ್ನು ಅರ್ಪಿಸ್ತೀವಿ. ಅಪ್ಪನಿಂದ 4 ಮೈಲು ದೂರಾನೇ ಇರ್ತೀವಿ. ಮಕ್ಕಳು ತಾಯಿ ಬಗ್ಗೆ ಹಾಡು ಹಾಡ್ತಾರೆ, ಮಕ್ಕಳು ತಾಯಿ ಬಗ್ಗೆ ಕವನ ಬರೀತಾರೆ. ಆದ್ರೆ ಯಾವ ಮಕ್ಕಳು ತಮ್ಮ ಅಪ್ಪನ್ನ ಹಾಲಿನ ಕೆನೆ ಅನ್ನಲ್ಲ, ಗುಡಿ ಮೇಲಿನ ಗೋಪುರ ಅನ್ನಲ್ಲ. ಅಪ್ಪನ ಬಗ್ಗೆ ಮಾತಾಡಕ್ಕೆ ಮಕ್ಕಳ ಹತ್ರ ಶಬ್ದ